ഹായ് ഓൾ, വെൽക്കം ടു ഫുട്ബോൾ അരീന. 18-ാം തീയതി ബ്രസീലിന്റെ വേൾഡ് കപ്പ് സ്ക്വാഡ് പ്രഖ്യാപിക്കുമ്പോൾ അതിൽ നെയ്മർ ജൂനിയർ ഉണ്ടാകുമോ എന്ന കാര്യത്തിൽ ഇപ്പോഴും വ്യക്തതകൾ ലഭിച്ചിട്ടില്ല. നെയ്മർക്ക് സാധ്യത കുറവാണ് എന്നുള്ള കാര്യം ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. എന്നാൽ ആരാധകർ പ്രതീക്ഷകൾ കൈവിട്ടിട്ടില്ല. ഇതിനിടെ ആഞ്ചലോട്ടി ഇതിനൊരു വലിയ മറുപടി നൽകിയിട്ടുണ്ട്. നെയ്മറെ വേൾഡ് കപ്പ് ടീമിൽ ഉൾപ്പെടുത്തുമോ എന്ന ചോദ്യത്തിന് വലിയ ഒരു വിശദീകരണം അദ്ദേഹം നൽകിയിട്ടുണ്ട്. അതാണ് നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. റോയിറ്റേഴ്സ് ആണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ആഞ്ചലോട്ടിയുടെ ദീർഘമേറിയ മറുപടി ഇങ്ങനെയാണ്: നെയ്മർ എല്ലാവർക്കും പ്രിയപ്പെട്ട ഒരു താരമാണ്. അതായത് ആരാധകർ മാത്രമല്ല, സഹതാരങ്ങളും നെയ്മറെ സ്നേഹിക്കുന്നു. നിങ്ങൾ നെയ്മറെ ടീമിലേക്ക് വിളിക്കുമ്പോൾ ഡ്രസ്സിംഗ് റൂമിൽ അതൊരു പ്രശ്നമാവില്ല. കാരണം ഡ്രസ്സിംഗ് റൂമിലെ എല്ലാവരും അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്നു. ഓരോരുത്തരും നെയ്മറുടെ കാര്യത്തിൽ അവരവരുടെ അഭിപ്രായങ്ങൾ പറയുന്നത് വളരെ നോർമലായ കാര്യമാണ്. എനിക്ക് ഉപദേശങ്ങൾ നൽകിയ എല്ലാവരോടും ഞാൻ നന്ദി പറയുന്നു. ഒരു തീരുമാനമെടുക്കുമ്പോൾ പല കാര്യങ്ങളും പരിഗണിക്കേണ്ടതുണ്ട്. ഈ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം നെയ്മർ വളരെ പ്രധാനപ്പെട്ട ഒരു താരമാണ്. അദ്ദേഹം എപ്പോഴും പ്രകടിപ്പിച്ചിട്ടുള്ള ആ ഒരു കഴിവ് തന്നെയാണ് അതിന് കാരണം. അദ്ദേഹത്തിന് ഒരു പരിക്കുണ്ടായിരുന്നു. ഇപ്പോൾ അതിൽ നിന്നും അദ്ദേഹം സുഖം പ്രാപിച്ചു വരികയാണ്. തിരിച്ചു വരാനായി നെയ്മർ കഠിനമായി പരിശ്രമിക്കുന്നു. ഇപ്പോൾ അദ്ദേഹം നല്ല രൂപത്തിൽ കളിക്കുന്നുമുണ്ട്. ഈ അടുത്ത കാലത്തായി അദ്ദേഹത്തിന്റെ പ്രകടനത്തിൽ വലിയ പുരോഗതിയുണ്ട്. അദ്ദേഹം തുടർച്ചയായി ഇപ്പോൾ കളിക്കുന്നുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം ഇതൊരു എളുപ്പമുള്ള തീരുമാനമല്ല. ഇതിലെ ഗുണങ്ങളും ദോഷങ്ങളും ഞാൻ കൃത്യമായി വിലയിരുത്തേണ്ടതുണ്ട്. എന്നാൽ ഇത് എന്നിൽ ഒരു പ്രഷർ ഉണ്ടാക്കുന്നില്ല. കാരണം ഒരു വർഷമായി നെയ്മറെ മാത്രമല്ല എല്ലാ താരങ്ങളെയും ഞങ്ങൾ നിരീക്ഷിക്കുന്നുണ്ട്. ഈ തീരുമാനമെടുക്കാൻ ഏറ്റവും അനുയോജ്യനായ ഒരു വ്യക്തി അത് ഞാൻ തന്നെയാണ്. കാരണം ഈ വർഷം എല്ലാ ബ്രസീലിയൻ താരങ്ങളെയും കുറിച്ച് എൻ്റെ പക്കലുള്ള അത്രയും വിവരങ്ങൾ മറ്റാരുടെയും പക്കൽ ഇല്ല. എനിക്ക് പൂർണ്ണമായ അഥവാ ഒരു പെർഫെക്റ്റ് ആയ പട്ടിക തയ്യാറാക്കാൻ കഴിയുമോ? ഒരിക്കലും ഇല്ല. അത് അസാധ്യമാണ്. ഞാൻ സ്ക്വാഡ് പ്രഖ്യാപിക്കുമ്പോൾ അതിൽ മിസ്റ്റേക്കുകൾ ഉണ്ടാകും, അത് എനിക്ക് ഉറപ്പുണ്ട്. എന്നാൽ തെറ്റുകൾ കുറഞ്ഞ ഒരു സ്ക്വാഡ് എനിക്ക് തയ്യാറാക്കാൻ കഴിയും എന്ന കാര്യത്തിൽ എനിക്ക് ഉറപ്പുണ്ട്. പുറം ലോകത്ത് നിന്നുള്ള പ്രഷറുകളെല്ലാം നിയന്ത്രണ വിധേയമാണ്. വേൾഡ് കപ്പ് അവസാനിക്കുന്നത് വരെ അത് അങ്ങനെ തന്നെയായിരിക്കും. അതിൽ നെയ്മർ ഉണ്ടായാലും ഇല്ലെങ്കിലും കുഴപ്പമില്ല. ഇതാണ് ഇപ്പോൾ കാർലോ ആഞ്ചലോട്ടി പറഞ്ഞിട്ടുള്ളത്. അതായത് വളരെ വ്യക്തമായി കൊണ്ടുള്ള ഒരു മറുപടി അദ്ദേഹം നൽകിയിട്ടുണ്ട്. നെയ്മർ ഉണ്ടായി എന്ന് കരുതി ഡ്രസ്സിംഗ് റൂമിനകത്ത് പ്രശ്നങ്ങൾ ഉണ്ടാവില്ല. നെയ്മർ ഇപ്പോൾ നല്ല രൂപത്തിൽ കളിക്കുന്നുണ്ട്, തുടർച്ചയായി കളിക്കുന്നുണ്ട്. പക്ഷെ നെയ്മറുടെ കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനം എടുത്തിട്ടില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. പുറത്തു നിന്ന് അഥവാ ആരാധകരിൽ നിന്നും സഹതാരങ്ങളിൽ നിന്നും നല്ല സമ്മർദ്ദമുണ്ട്. പക്ഷെ ആ സമ്മർദ്ദങ്ങൾക്ക് അടിമപ്പെടാതെ സ്വതന്ത്രമായിക്കൊണ്ട് ഒരു തീരുമാനം താൻ എടുക്കും. നെയ്മർ ജൂനിയർ ടീമിനകത്ത് ഉണ്ടായാലും ഇല്ലെങ്കിലും പുറത്തു നിന്നുള്ള സമ്മർദ്ദങ്ങൾ അത് തന്നെ ബാധിക്കില്ല, ബ്രസീലിനെ ബാധിക്കില്ല എന്നൊക്കെയാണ് കാർലോ ആഞ്ചലോട്ടി പറഞ്ഞിട്ടുള്ളത്. നെയ്മറെ കുറിച്ച് വളരെ പോസിറ്റീവ് ആയിക്കൊണ്ട് തന്നെയാണ് ആഞ്ചലോട്ടി സംസാരിച്ചിട്ടുള്ളത്. പക്ഷേ ഇതുവരെ തീരുമാനം എടുത്തിട്ടില്ല എന്നുള്ളത് അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്നും വളരെ വ്യക്തമാണ്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീഡിയോ കാണാം.